അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിലെ സംഭാവന ക്രമക്കേട് ആരോപണത്തിൽ ഒരാൾ കസ്റ്റഡിയിലായിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ നഷ്ടമായെന്നാണ് പരാതി. ഉത്തർപ്രദേശ് സർക്കാർ നിയോഗിച്ച 3-അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് കോടികളുടെ തിരിമറി ആരോപണം ഉന്നയിച്ചത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തിരിമറി ആരോപണം സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. നോബൽ മാരിക്കാരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നോബൽ, ഒരാൾ ഈ വിഷയത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അറിയണം. അപ്പം ഇതൊരു രാഷ്ട്രീയ ആരോപണത്തിലേക്ക് കൂടി, രാഷ്ട്രീയ തർക്കങ്ങളിലേക്ക് കൂടി വഴിമാറുകയാണല്ലോ. ശ്രുതി, വലിയ അഴിമതിയാണ് ഈ സംഭാവനയുമായി ബന്ധപ്പെട്ട് അയോധ്യ രാമക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറെക്കുറെ 200 കോടിക്ക് മുകളിൽ പോലും നഷ്ടപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല എന്ന ചില പ്രാഥമിക വിവരങ്ങൾ ഈയിടത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് രാംലല്ലയ്ക്ക് അടുത്തുള്ള സംഭാവന പെട്ടി അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് പണം പോയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നു. പക്ഷേ ഇയാളുടെ പേര് വിവരങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ പങ്കുവയ്ക്കപ്പെട്ടിട്ടില്ല. വിവരമായി അന്വേഷണം നടക്കുകയാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. അയോധ്യ രാമ ട്രസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ്, ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്രത്തിൽ അഭ്യർത്ഥനയോട് പ്രമാണിച്ചാണ് ഇത്തരത്തിലൊരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ലക്നൌ അഡീഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്താണ് ഇതിന്റെ തലവൻ. ഇത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത വർഷമാണ് ഉത്തർപ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഉള്ളത്. ഇത് രാഷ്ട്രീയ വിഷയമായി കൂടി ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രതിപക്ഷം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അഖിലേഷ് യാദവാണ് പ്രധാനമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ ആരോപണം ശക്തമായി തന്നെ ഉന്നയിക്കുന്നത്. കാരണം കോടിക്കണക്കിന് രൂപ ദൈവത്തിന്റെ പേര് തട്ടിയെടുത്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. പിന്നീട് BJP നേതാക്കളായ ബ്രിജ്ഭൂഷൺ അടക്കമുള്ളവർ ഇത് ശരിവെച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. BJP നേതാക്കൾ ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി കത്തടക്കം അയക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ട്. എന്താണെങ്കിലും ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 15 ദിവസത്തെ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാർ നൽകും എന്നും അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ കണ്ടെത്തലുകളാണ് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ സംഭാവന വലിയ തിരിമറി നടത്തുകയും തട്ടിയെടുക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പ്രാഥമിക വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടന്നു വരുന്നു. വിശദമായ വലിയ തുക തന്നെ ഇതിൽ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.